വെൽക്കം ടു ഐപ്ലസ് ട്രേഡിംഗ് സൊല്യൂഷൻസ്. ഐപ്ലസ് ട്രേഡിംഗ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാമുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മൊഡ്യൂൾ 5ന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ നമ്മൾ ലാസ്റ്റ് 4 മൊഡ്യൂളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം. 5ാമത്തെ മൊഡ്യൂള് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ. സോ GMAW ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. 15 മാർക്കാണ് വെയിറ്റേജ്. 15 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂളാണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പഠിക്കേണ്ടതായിട്ടുള്ളത്, മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റുകൾ, ദെൻ അതിന്റെ ആക്സസറീസ്, അവിടെയുള്ള വയർ ഫീഡ് യൂണിറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടോർച്ചസ്, വെൽഡിംഗ് വയറുകൾ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷീൽഡിംഗ് ഗ്യാസ്, മോഡ്സ് ഓഫ് മെറ്റൽ ട്രാൻസ്ഫർ മോഡുകൾ. ഓക്കെ, പിന്നീട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വെൽഡിംഗ് പ്രൊസീജിയർ, ദെൻ ഡിഫക്റ്റ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്. ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ GMAW എന്ന് പറയുന്ന ആ ഒരു വെൽഡിംഗ് മെത്തേഡുമായി ബന്ധപ്പെട്ട് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ടോപ്പിക്സ്. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ ക്വസ്റ്റിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. റീസെന്റ് ആയിട്ട് നടന്ന ട്രേഡ്സ്മാൻ എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെട്ട് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ name of welding process if the arc produced by a consumable metal electrode is protected by inert gas. Consumable metal electrode is protected by inert gas. Okay, fine. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത് മാഗ് ആണ്. യെസ്, അപ്പോ ശരൺ ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ മാഗ് എന്ന് പറയുന്നത് മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ്. മാഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് മിഗ് ആണ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് ടിഗ് ആണ് പറഞ്ഞിരിക്കുന്നത്, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് പ്ലാസ്മ വെൽഡിംഗ് ആണ്. യെസ്, ഓക്കെ ശരൺ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ചോദ്യം എന്താണ്? ഏത് ടൈപ്പ് വെൽഡിംഗ് പ്രോസസ് ആണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? കൺസ്യൂമബിൾ മെറ്റൽ ഇലക്ട്രോഡ് അല്ലെ. നമുക്കറിയാം മെറ്റൽ ഇലക്ട്രോഡ് 2 തരത്തിലുണ്ട്. കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉണ്ട്, നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് ഉണ്ട്. കൺസ്യൂമബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്താണ്, കൺസ്യൂം ചെയ്യുന്നുണ്ടാവും അല്ലെ, അത് തീർന്നു പോകുന്നുണ്ടാകും. ഓക്കെ, നോൺ കൺസ്യൂമബിൾ എന്ന് പറയുമ്പോൾ അവിടെ അത് കൺസ്യൂം ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് ആണ് അല്ലെ. സോ അവിടെ നമ്മൾ ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനേർട്ട് ഗ്യാസ് ആണ്. ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇനേർട്ട് ഗ്യാസ് ആണ്. ഓക്കെ, വൈശാഖ് ഉത്തരം എ പറഞ്ഞിട്ടുണ്ട്. ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇനേർട്ട് ഗ്യാസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ഷീൽഡിംഗ് ഗ്യാസ് എന്ന് പറയുന്ന ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ട്, ഇനാക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ട് അല്ലെ. ഇത്തരത്തിൽ ഇനേർട്ട് ഗ്യാസും ഉണ്ട്, ആക്റ്റീവ് ഗ്യാസും ഉണ്ട്. അപ്പോൾ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ ആർഗൺ, ഹീലിയം, സെനോൺ, ക്രിപ്റ്റോൺ, നെയോൺ അങ്ങനെയുള്ള ഇനേർട്ട് ഗ്യാസുകളും, അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഇനേർട്ട് ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ട് നോൺ കൺസ്യൂമബിൾ മെറ്റൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ വരിക? യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി, മിഗ് വെൽഡിംഗ്, ദാറ്റ് ഈസ് മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. അപ്പൊ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിന്റെ പ്രത്യേകത, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആയിരിക്കും. ഓക്കെ, എന്നാൽ ടിഗ് എന്ന് പറഞ്ഞ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്തായിരിക്കും? നോൺ കൺസ്യൂമബിൾ മെറ്റൽ ഇലക്ട്രോഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൺസ്യൂമബിൾ ആയിട്ടുള്ള ഒരു മെറ്റൽ ഇലക്ട്രോഡും ഇനേർട്ട് ഗ്യാസുമാണ്. ഓക്കെ, കൺസ്യൂമബിൾ, അപ്പം കൺസ്യൂമബിൾ പ്ലസ് ഇനേർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് മിഗ് അല്ലെ, മിഗ്. അതുപോലെ തന്നെ കൺസ്യൂമബിൾ പ്ലസ് ഇത്തരത്തിൽ മിഗ് എന്ന് പറയാൻ പറ്റും, മിഗ്. ദെൻ ആക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസ് ആണെങ്കിൽ, ആക്റ്റീവ് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് CO2 വെൽഡിംഗ് എന്ന് പറയാം അല്ലെ. CO2 വെൽഡിംഗ് ആണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്, മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയാം. ഓക്കെ, യെസ്, ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. മാഗ് എന്ന് പറയുന്ന മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ്, മിഗ് എന്ന് പറയുന്ന മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. ഇത് രണ്ടും മാഗ് ആയിക്കോട്ടെ മിഗ് ആയിക്കോട്ടെ, അത് രണ്ടും GMAW-ന്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് തന്നെയാണ്. ഓക്കെ, എന്നാൽ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിഗ് എന്ന് പറയാം, ദാറ്റ് ഈസ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ അവിടെ ടങ്സ്റ്റൺ മെറ്റീരിയൽ ഉണ്ടായിരിക്കും ഇലക്ട്രോഡ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഫൈൻ.
മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാൻ. ചോദ്യം നോക്കി, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് പവർ സപ്ലൈ ഫോർ GMAW? ഇപ്പൊ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗിൽ മോസ്റ്റ് കോമൺ ആയിട്ട് അല്ലെ, മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പവർ സോഴ്സ് അല്ലെ, പവർ സപ്ലൈ ഏതാണ്? So, which one of the following is the most commonly used power supply for GMAW? Options കൊടുത്തിരിക്കുന്ന ഓപ്ഷനെ കൊടുത്തിട്ടുണ്ട് AC കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോഡ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അത് റിവേഴ്സ് പൊളാരിറ്റി ആണെന്നുള്ളത് അറിയാം. ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്, അത് സ്ട്രെയിറ്റ് പൊളാരിറ്റി ആണ്. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് നൺ ഓഫ് ദി എബോവ് ആണ് അല്ലെ. യെസ്. അപ്പൊ ഇവിടെ GMAW പ്രധാനമായിട്ടും നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്. ഓക്കെ, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് ആണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന സോഴ്സ്, പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ നമുക്കറിയാം, അത് ഒരു ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡയറക്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് പവർ സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിൽ തന്നെ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് DC EP അല്ലെങ്കിൽ റിവേഴ്സ് പൊളാരിറ്റി അത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മളുടെ ആ ഒരു GMAW ബന്ധപ്പെട്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ EP മീൻസ് ഇലക്ട്രോഡ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ മാക്സിമം എന്താണ് വരുന്നുണ്ടാവുക, അവിടെ ഏകദേശം 70% പവർ വരുന്നുണ്ടാവുക അല്ലെങ്കിൽ സപ്ലൈ വരുന്നുണ്ടാവുക അത് പോസിറ്റീവ് സൈഡ് ആയിട്ടുള്ള ഇലക്ട്രോഡിലേക്കായിരിക്കും. ബാക്കി ഏകദേശം 30% മാത്രമായിരിക്കും നമ്മുടെ വർക്ക് പീസിലേക്ക് പോകുന്നുണ്ടാവുക. സോ അവിടെ കറണ്ട് കൂടുതലായിരിക്കും വരുന്നുണ്ടാവുക. അതായത് മീൻസ് അവിടെ ഹീറ്റ് സപ്ലൈ വരുന്നത് കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കൺസ്യൂം ചെയ്ത് അല്ലെങ്കിൽ ഡിപ്പോസിഷൻ റേറ്റ് കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടാകും. ഓക്കെ, എനിവേ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക DC EP ആണെന്ന് ഓർത്തിരിക്കാം. Okay, so gas metal arc welding most commonly used direct current electrode positive known as reverse polarity. So this provides deeper penetration and more stable arc, making the standard choice of GMAW. അതിൽ നല്ല രീതിയിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആർക്കും നല്ല രീതിയിലുള്ള ഡെപ്ത് ഓഫ് പെനട്രേഷൻ നമുക്ക് കിട്ടുന്നുണ്ടാകും. ഓക്കെ, സോ അതുകൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇവിടെ GMAW DC EP ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. വിച്ച് ഗ്യാസ് പ്രൊവൈഡ്സ് ഡീപ്പസ്റ്റ് പെനട്രേഷൻ ആൻഡ് ലോവസ്റ്റ് കോസ്റ്റ് ഫോർ കാർബൺ സ്റ്റീൽ? അപ്പോൾ നമ്മൾ കാർബൺ സ്റ്റീലൊക്കെ വെൽഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഡെപ്ത് ഓഫ് അല്ലെങ്കിൽ ഡീപ്പസ്റ്റ് പെനട്രേഷൻ, ഓക്കെ, നല്ല രീതിയിലുള്ള ഡെപ്തിൽ നമുക്ക് പെനട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വെൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു ഗ്യാസ് ഏതാണ്? ഓക്കെ, ഷീൽഡിംഗ് ഗ്യാസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വിച്ച് ഷീൽഡിംഗ് ഗ്യാസ് പ്രൊവൈഡ്സ് ഡീപ്പസ്റ്റ് പെനട്രേഷൻ ആൻഡ് ലോവസ്റ്റ് കോസ്റ്റ് വളരെ ചീപ്പും ആയിരിക്കണം. ലോവസ്റ്റ് കോസ്റ്റിൽ നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള ഒരു പെനട്രേഷൻ തരുന്ന ഷീൽഡിംഗ് ഗ്യാസ് ഏതാണ് നമ്മൾ കാർബൺ സ്റ്റീൽ വെൽഡ് ചെയ്യുന്ന സമയത്ത്? യെസ്, അപ്പൊ ഇവിടെ ഉത്തരം വരിക ഓപ്ഷനെ കൊടുത്തിരിക്കുന്ന പ്യൂർ ഗ്യാസ്, ഓപ്ഷൻ ബി ഹീലിയം, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ആർഗൺ പ്ലസ് 5% കാർബൺ ഡൈ ഓക്സൈഡ്. യെസ്, അപ്പൊ സൂക്ഷിച്ചോളൂ, ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ലോവസ്റ്റ് കോസ്റ്റില് നല്ല രീതിയിൽ ഡെപ്ത് ഓഫ് പെനട്രേഷൻ നമുക്ക് സഹായിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പ്യൂർ കാർബൺ ഡൈ ഓക്സൈഡ് ഷീൽഡിംഗ് ഇഫക്റ്റ് കൊടുക്കുന്ന സമയത്താണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇവിടെ കാർബൺ സ്റ്റീല് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് ആർഗൺ പ്ലസ് 20 to 25% കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അപ്പം കാർബൺ സ്റ്റീല് വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആർഗണും കാർബൺ ഡൈ ഓക്സൈഡും മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആർഗൺ ആയിരിക്കും അവിടെ കൂടുതൽ ഉണ്ടാവുക, ഏകദേശം 20-25% ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക. നമുക്കറിയാം ആർഗൺ അല്ലെങ്കിൽ ഹീലിയം അങ്ങനെയുള്ള വാതകങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് കോസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ താരതമ്യേന കോസ്റ്റ് കുറവാണ്.
സോ അത് നമുക്ക് എന്താണ് മിനിമം കോസ്റ്റ് കൊണ്ട് നമുക്ക് ഡീപ്പർ ആയിട്ടുള്ള ഒരു പെനട്രേഷൻ, ഫാസ്റ്റർ വെൽഡിംഗ് സ്പീഡ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കാർബൺ സ്റ്റീൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് GMAW, ദാറ്റ് ഈസ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങില് കാർബൺ സ്റ്റീൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെപ്ത് ഓഫ് പെനട്രേഷൻ നല്ല രീതിയിലും അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് മിനിമം കോസ്റ്റിൽ വെൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഷീൽഡിംഗ് ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The electrode extended from the end of the contact tip of the welding gun to the arc is called a dash. Yes. സജു പറഞ്ഞിട്ടുണ്ട്. യെസ്, ശരണ പറഞ്ഞു, ജുബിത്ത് പറഞ്ഞു, എല്ലാവരും ഓപ്ഷൻ ഡി തന്നെയാണ്. ഓക്കെ, വൈശാഖ് ഓപ്ഷൻ ഡി. അപ്പൊ അതിനകത്ത് സംശയമൊന്നുമില്ല. നമുക്ക് ഇത്തരത്തിൽ എക്സ്റ്റൻഷൻ ഉണ്ടാവാറുണ്ട് അല്ലെ. കോണ്ടാക്ട് ടിപ്പ് മുതൽ ഇലക്ട്രോഡിന്റെ എൻഡ് വരെ അല്ലെങ്കിൽ ആർക്ക് തുടങ്ങുന്നിടം വരെ. സോ ദ ഇലക്ട്രോഡ് എക്സ്റ്റെൻഡ് ഫ്രം ദ എൻഡ് ഓഫ് ദ കോണ്ടാക്ട് ടിപ്പ് ഓഫ് ദ വെൽഡിംഗ് ഗൺ, കോണ്ടാക്ട് ടിപ്പ് ഓഫ് ദ വെൽഡിംഗ് ഗൺ ടു ദ ആർക്ക് ഫോർമേഷൻ അല്ലെ. ആർക്ക് വരുന്നതും വരെയുള്ള ആ ഒരു ലെങ്ത്, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിക്ക് ഔട്ട്. സംശയമൊന്നുമില്ല, സ്റ്റിക്ക് ഔട്ട്, സ്റ്റിക്ക് ഔട്ട്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് സ്റ്റിക്ക് ഔട്ട്. അതായത് കോണ്ടാക്ട് ട്യൂബ് ഉണ്ട്, ഈ പറഞ്ഞ കോണ്ടാക്ട് ട്യൂബ് ഉണ്ട്. കോണ്ടാക്ട് ട്യൂബിന്റെ എൻഡ് മുതൽ താഴേക്ക് നമ്മളുടെ ആ ഒരു ഇലക്ട്രോഡിന്റെ എൻഡ് വരെ അല്ലെങ്കിൽ ആർക്ക് ഫോം ചെയ്യുന്നതിന്റെ എൻഡ് വരെ. സോ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റിക്ക് ഔട്ട് എന്ന് പറയുന്നത്. സ്റ്റിക്ക് ഔട്ട്. ഓക്കെ ആണല്ലോ. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് ദ കോണ്ടാക്ട് ട്യൂബ് ആൻഡ് ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് അല്ലെ. ഇത്തരത്തിൽ ഇലക്ട്രോഡിന്റെ ടിപ്പ്, ഇലക്ട്രോഡിന്റെ ടിപ്പിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആർക്ക് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ. സോ ആർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു ടിപ്പ് മുതൽ കോണ്ടാക്ട് ട്യൂബിന്റെ ആ ഒരു ടിപ്പ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റിക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. There are 4 modes of metal transfer. സംശയമൊന്നുമില്ല. There are 4 modes of metal transfer in GMAW. Which one is considered least desirable? Least desirable. നമുക്ക് അത്ര ഓപ്ഷൻ ഏതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ജുബിത്ത്, ശരൺ, ഗ്ലോബുലാർ അല്ലെ. ഗ്ലോബുലാർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് എന്ന് പറയാറുണ്ട് അല്ലെ. സോ ഇവിടെ ഏറ്റവും ലീസ്റ്റ് ഡിസൈറബിൾ ആയിട്ട് നമുക്ക് ഒരു എന്താണ് ഒരു ഓപ്ഷനും ഇല്ല എങ്കിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്ന രീതിയിൽ ഉള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്ലോബുലാർ തന്നെയാണ്. സംശയമൊന്നും വേണ്ട. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. അതായത് 4 മോഡ് ഓഫ് മെറ്റൽ ട്രാൻസ്ഫർ ഉണ്ട് GMAW-ൽ. അതേതൊക്കെയാണ് 4 മോഡ് എന്ന് പറയുന്നത്? ഈ 4 മോഡ് തന്നെയാണ് 4 ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത് ഗ്ലോബുലാർ എന്ന് പറയുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ട്. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഡിപ്പ് ട്രാൻസ്ഫർ എന്ന് പറയാറുണ്ട്. സ്പ്രേ അല്ലെങ്കിൽ ഫ്രീ ഫ്ലൈറ്റ് എന്നുള്ള രീതി പറയാറുണ്ട്. ദെൻ പൾസ്ഡ് ട്രാൻസ്ഫർ അല്ലെ. അങ്ങനെ 4 ട്രാൻസ്ഫറുകളാണ്. 4 മോഡ്സ് ഓഫ് മെറ്റൽ ട്രാൻസ്ഫർ ആണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീസ്റ്റ് ഡിസൈറബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്ലോബുലാർ ആണ്. ഗ്ലോബുലാർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. എന്നാൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൾസ്ഡ് പറയാം. പൾസ്ഡ് അല്ലെ. നമ്മളുടെ ആ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും നമുക്ക് നല്ല രീതിയിൽ ഹീറ്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നല്ലൊരു ഇഫക്റ്റ് കിട്ടുന്നത് പൾസ്ഡ് ട്രാൻസ്ഫറിലാണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, എനിവേ നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഉത്തരം ഗ്ലോബുലാർ ആണ് എന്നുള്ളത് മനസ്സിലാക്കും. സോ ഇവിടെ ഗ്ലോബുലാർ ട്രാൻസ്ഫർ ആയി ഇന്റർമീഡിയറ്റ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ദാറ്റ് ഈസ് ലാർജ് ഡ്രോപ്പ് ഓഫ് ട്രാൻസ്ഫർ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ലാർജ് ഡ്രോപ്പ് ആയിരിക്കും ഉണ്ടാവുക. ലോ കറണ്ട് വാല്യൂ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഫൈൻ. അവിടുത്തെ ആ ഒരു വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 23-27 വോൾട്ട് ആണ്. ഓക്കെ, കറണ്ട് വാല്യൂ വളരെ കുറവായിരിക്കും. സോ ട്രാൻസ്ഫർ ഓക്കേഴ്സ് വെൻ വെൽഡിംഗ് കറണ്ട് ഈസ് ലോ അല്ലെ. അപ്പൊ അവിടെ സ്പാറ്റർ ഈ പറഞ്ഞ വളരെ വലിയ ഗ്ലോബ്യൂൾസുകളായിട്ടായിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടാവുക. സ്പാറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്പാറ്റേഴ്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ അവിടെ എന്താണ് ലെസ് പ്രിഫേർഡ് ആണ്. ഇനി നമുക്ക് യൂസ് ചെയ്യാറുണ്ട്, പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫില്ലറ്റ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് തന്നെ ഒരു സ്പാറ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഷീൽഡിംഗ് ഗ്യാസ് തന്നെയാണ്. അതും ലീസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, എനിവേ ഇവിടെ ഉത്തരം ഗ്ലോബുലാർ ആണെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ അതർ നെയിം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വെൽഡിംഗ്. കാർബൺ ഡൈ ഓക്സൈഡ് വെൽഡിങ്ങിന്റെ മറ്റൊരു പേരെന്താണ്? ദ അതർ നെയിം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വെൽഡിംഗ്. മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ്, മെറ്റൽ ഓക്സിജൻ വെൽഡിംഗ്,
ഗ്യാസ് വെൽഡിംഗ്, ഗ്യാസ് ആർക്ക് വെൽഡിംഗ്, സംശയമൊന്നും വേണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. മാഗ് എന്ന് പറഞ്ഞ മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ്, മിഗ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, സംശയമൊന്നുമില്ല. ഓക്കെ ഫൈൻ, യെസ്, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ, മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ് ആണ്. സോ മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിങ്ങിന്റെ പ്രത്യേകത കൺസ്യൂമബിൾ ആയിട്ടുള്ള അല്ലെ, ദാറ്റ് ഈസ് നമ്മുടെ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, നമ്മൾ വേറെ ആയിട്ടുള്ള കൺസ്യൂമബിൾ ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. അവിടെ ഷീൽഡിംഗ് ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് എന്ന് പറയുന്നു. അതല്ല നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നു. മറ്റൊരു ചോദ്യം, ദ കോണ്ടാക്ട് ടിപ്പ് ഓഫ് GMAW ടോർച്ച് ഈസ് മെയ്ഡ് ബൈ. GMAW നമ്മൾ യൂസ് ചെയ്യുന്ന ടോർച്ചിന്റെ കോണ്ടാക്ട് ടിപ്പ് എന്ത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? യെസ്, ദ കോണ്ടാക്ട് ടിപ്പ് ഓഫ് GMAW ടോർച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് അലൂമിനിയം, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി നിക്കൽ, ഓപ്ഷൻ ഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ. സംശയമൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കിയേ, നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ, നമുക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് വരുന്നത് അല്ലെ എക്സാമിന്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് ശ്രദ്ധിച്ച് മാത്രം ഒന്ന് ഉത്തരത്തിലേക്ക് പോയാൽ മതിയാകും. കോണ്ടാക്ട് ടിപ്പ് ഓഫ് GMAW ടോർച്ച് ഈസ് മെയ്ഡ് ബൈ ഓപ്ഷൻ ബി കോപ്പർ. കോപ്പർ അല്ലെങ്കിൽ കോപ്പർ അലോയുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു കോണ്ടാക്ട് ടിപ്പ് പ്രധാനമായിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവുക. സോ മറ്റേത് കോണ്ടാക്ട് ടിപ്പ് അല്ലെങ്കിൽ കോണ്ടാക്ട് ട്യൂബ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആ ഒരു ടോർച്ചിലുള്ള ഒരു പാർട്ടാണ്. അവിടെ ഈ പറയുന്ന കോപ്പർ അലോയ് കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് ഈ പറയുന്ന കറണ്ട് ഒക്കെ അതിലൂടെ ആയിരിക്കും നമ്മളത് പാസ് ചെയ്ത് പോകുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി കൂടുതലായിട്ടുള്ള കോപ്പർ കൊണ്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ ദ GMAW ഇലക്ട്രോഡ് സ്പെസിഫിക്കേഷൻ, GMAW നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് സ്പെസിഫിക്കേഷനിൽ ER70S6 where S stands for, yes, but ER70S6 where S stands for, അതിനകത്ത് S എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ, ഓപ്ഷൻ ബി സ്ട്രെങ്ത്, ഓപ്ഷൻ സി സിലിക്കൺ, ഓപ്ഷൻ ഡി സോളിഡ്. സംശയമൊന്നും വേണ്ട, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ GMAW ഇലക്ട്രോഡിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. അപ്പൊ ER70S6 കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോഡ് ആണ് ER70S6. അവിടെ S എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സോളിഡ് ആണ്, സോളിഡ്. S ആണെങ്കിൽ സോളിഡ്. ഇനി അതല്ല T ആണെന്നുണ്ടെങ്കിൽ അത് ട്യൂബുലാർ എന്ന് പറയും, ട്യൂബുലാർ അല്ലെ, ട്യൂബുലാർ. അപ്പൊ S T എന്നുള്ള രണ്ട് രീതിയിലേ വരത്തുള്ളൂ. S ആണെങ്കിൽ സോളിഡ്, T ആണെങ്കിൽ ട്യൂബുലാർ. ട്യൂബുലാർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ നമ്മൾ ഫ്ലക്സ് കോഡ് ആർക്ക് വെൽഡിങ്ങിനൊക്കെ നമ്മൾ സാധാരണ ട്യൂബുലാർ ടൈപ്പ് യൂസ് ചെയ്യാറ് അല്ലെ, FCAW ഫ്ലക്സ് കോഡ് ആർക്ക് വെൽഡിംഗ്. ആ സമയത്തൊക്കെയാണ് T എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ റെപ്രസെന്റേഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, എനിവേ ഇവിടെ അതെന്താണ് ഉത്തരം? യെസ്, സോളിഡ് ആണ്, സോളിഡ്. സംശയമൊന്നും വേണ്ട, കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. GMAW ഇലക്ട്രോഡ് സ്പെസിഫിക്കേഷൻ ആസ് പെർ AWS അമേരിക്കൻ ബിൽഡിംഗ് സൊസൈറ്റി താഴെ തന്നിരിക്കുന്ന രീതിയിലാണ് E70S2, ER70S2, E70T2 അല്ലെ. ഇവിടെ നോക്കി, ഇപ്പം ഇവിടെ ER എന്ന് ഉദ്ദേശിക്കുന്നത് E ഫോർ ഇലക്ട്രോഡ് ആണ്. ഇവിടെ ആ ഇലക്ട്രോഡ് തന്നെ എന്താണ്, ഫില്ലർ റോഡുമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, സോ ബിക്കോസ് യൂസ്ഡ് ആസ് എ ഫില്ലർ റോഡ് ഇൻ GTAW. ഓക്കെ, ഇവിടെ GTAW ഫില്ലർ റോഡായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ER എന്ന് പറയുന്നുണ്ടാകും. ഓക്കെ, ER. അപ്പൊ ഇവിടെ ഫില്ലർ റോഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഇവിടെ നമ്മളുടെ ഒരു കൺസ്യൂമബിൾ ആയിട്ടുള്ള റോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ GTAW അതായത് ടങ്സ്റ്റൺ ടിഗ് വെൽഡിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ എക്സ്ട്രാ നമ്മൾ ഫില്ലർ റോഡ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ സമയത്ത് ആ ഒരു ഇലക്ട്രോഡ് എന്താണ്, ദാറ്റ് ഈസ് ഒരു ഫില്ലർ റോഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാകും. സോ അപ്പോൾ ER എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ 70 എന്ന് പറയുന്നത് അവിടെ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ദെൻ S എന്ന് പറയുന്നത് സോളിഡ്. ഓക്കെ, ഇവിടെ T എന്ന് പറയുന്നത് ട്യൂബുലാർ. ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് 2 കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ വയർ ആണ് കാണിക്കുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ, ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ഓർത്തിരിക്കുക നമ്മളുടെ GMAW ഇലക്ട്രോഡുമായി ബന്ധപ്പെട്ട്. ഓക്കെ ഫൈൻ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, the rate at which the arc moves along the joint is known as, the rate at which the arc moves along the joint is known as, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ആർക്ക് വോൾട്ടേജ്, ഓപ്ഷൻ ബി കറണ്ട്, ഓപ്ഷൻ സി ബാക്ക്ഗ്രൗണ്ട് കറണ്ട്, ഓപ്ഷൻ ഡി ആർക്ക് ട്രാവൽ സ്പീഡ്. യെസ്,
സംശയമൊന്നും വേണ്ട. യെസ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ആർക്ക് ട്രാവൽ സ്പീഡ് അല്ലെ, ഇത്തരത്തിൽ ആർക്ക് ട്രാവൽ സ്പീഡ്. ഓക്കെ, ആർക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഇസ് ദ പ്രഷർ ആണ് അല്ലെ, അവിടുത്തെ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെ, ബേസിക്കലി പ്രഷർ ആണ് എന്നുള്ളത് നമുക്കറിയാം. കറണ്ട്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ബാക്ക്ഗ്രൗണ്ട് കറണ്ട്, പീക്ക് കറണ്ട് എന്ന് പറയുന്നത് പൾസ്ഡ് GMAW കാണപ്പെടുന്ന രണ്ട് കറണ്ടുകളാണ്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പീക്ക് കറണ്ട് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ബാക്കി ഓപ്ഷനുകൾ എന്താണെന്ന് മനസ്സിലായി. ആർക്ക് ട്രാവൽ സ്പീഡ് ആണ് നമ്മളുടെ ഉത്തരം. എത്രത്തോളം റേറ്റ് ആണ് അല്ലെ, ആ ഒരു സ്പീഡ് എങ്ങനെയാണ്, ട്രാവൽ സ്പീഡ് എങ്ങനെയാണ്. യെസ്, അപ്പോൾ ട്രാവൽ സ്പീഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലീനിയർ റേറ്റ് അറ്റ് വിച്ച് ദ ആർക്ക് മൂവ്സ് അലോങ് ദ ജോയിന്റ് ടേംഡ് ആസ് ആർക്ക് ട്രാവൽ സ്പീഡ്. ഒരു ലീനിയർ റേറ്റിലായിരിക്കും അതുണ്ടാവും. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആർക്ക് ട്രാവൽ ചെയ്യുന്ന എങ്ങനെയാണോ ആ ഒരു ട്രാവൽ അലോങ് ദ ലൈൻ, അല്ലെങ്കിൽ ആ ലൈനിൽ എത്രയാണ് സ്പീഡ്, എത്രയാണ് അതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ട്രാവൽ സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ആർക്കിന്റെ ട്രാവൽ സ്പീഡ്. ഇറ്റ് അഫക്ട് ദ വെൽഡ് ബീഡ് സൈസ് ആൻഡ് പെനട്രേഷൻ. ഈ സ്പീഡ് കൂടി കഴിഞ്ഞാൽ അല്ലെ, ഇത്തരത്തിൽ സ്പീഡ് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സാധാരണ 1 to 25 അല്ലെങ്കിൽ ആ ഒരു മീറ്റർ പെർ മിനിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അതിൽ തന്നെ ഡിഫറെന്റ് എന്താണ് റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ സ്പീഡ് വേരിയേഷനിലേക്ക് പോകാറുണ്ട്. സോ ഇറ്റ് അഫക്ട് ദ വെൽഡ് ബീഡ് സൈസ് ആൻഡ് പെനട്രേഷൻ. ഇഫ് ലോവേർഡ് ദ വെൽഡ് പൂൾ ബിക്കംസ് ലാർജർ ആൻഡ് ഷാലോവർ. ഇത്തരത്തിൽ ആ ഒരു സ്പീഡ് കുറഞ്ഞാൽ, സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ, വളരെ പതിയെയാണ് നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ വളരെ ലാർജ് അല്ലെ വെൽഡ് പൂൾ ഉണ്ടാകും. ഷാലോ അല്ലെ, ലാർജർ ആൻഡ് ഷാലോവർ ആയിരിക്കും. ഡെപ്ത് കുറഞ്ഞ് വളരെ വലിയ ഷാലോ ആയിട്ടുള്ള ഒരു പൂള് കിട്ടുന്നുണ്ടാവും, വെൽഡ് പൂൾ കിട്ടുന്നുണ്ടാവും. എന്നാൽ ട്രാവൽ സ്പീഡ് ഇൻക്രീസസ്, അത് ട്രാവൽ സ്പീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ, കുറവായിരിക്കും, വളരെ നാരോ ആയിട്ടൊരു വെൽഡ് ബീഡ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ആ രീതിയിലാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ ട്രാവൽ സ്പീഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: what will be increases when you are increasing the wire feed speed in GMAW? GMAW വയർ ഫീഡ് സ്പീഡ്, വയർ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ഇലക്ട്രോഡ് ഫീഡ് ചെയ്യുന്നുണ്ടാവും. ഇലക്ട്രോഡ് ഫീഡ് ചെയ്യുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ, ഇലക്ട്രോഡ് ഫീഡ് ചെയ്യുന്നതിന്റെ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ, സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെ, ഇലക്ട്രോഡ് ദാറ്റ് ഈസ് വയർ ഫീഡ് സ്പീഡ് ഇൻക്രീസസ്. ആ സമയത്ത് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആർക്ക് ലെങ്ത്, ഓപ്ഷൻ ബി വെൽഡിംഗ് കറണ്ട്, ഓപ്ഷൻ സി വോൾട്ടേജ്, ഓപ്ഷൻ ഡി സ്റ്റിക്ക് ഔട്ട്. യെസ്, അപ്പൊ ഇവിടെ ഈ പറയുന്ന GMAW നമ്മൾ ആ ഒരു വയറിന്റെ ഫീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ, വെൽഡിംഗ് കറണ്ട്. സോ വെൽഡിംഗ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ വയറിന്റെ ഫീഡ് സ്പീഡ് എന്ന് പറയുന്നത്. ട്രാവൽ സ്പീഡ് അല്ല, ഫീഡ് സ്പീഡ്. വെൽഡിംഗ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ അത് പ്രൊപ്പോർഷണൽ ആണ്. ഫീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വെൽഡിംഗ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. സോ വയർ ഫീഡ് സ്പീഡ് ഇൻക്രീസസ്, welding current also increases. Wire feed decreases, welding current also decreases. ആ രീതിയിലാണ് ഉണ്ടാവുക, പ്രൊപ്പോർഷണൽ ആണ്. സോ അത് മനസ്സിലാക്കിയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. സോ വെൽഡിംഗ് കറണ്ട്, വയർ ഫീഡ് സ്പീഡ് വിൽ കൺട്രോൾ ദ കറണ്ട് അല്ലെ, ഈ പറഞ്ഞ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന വിധത്തിൽ വയർ ഫീഡ് സ്പീഡ് ആണ്. കറണ്ട് വേരീസ് ആസ് ദ വയർ ഫീഡ് വേരീസ്. വെൽഡിംഗ് കറണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റൽ തിക്നെസ്. മെറ്റൽ തിക്നെസ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റലിന്റെ തിക്നെസ് അനുസരിച്ച്, തിക്നെസ് കൂടുതലാണെങ്കിൽ വെൽഡിംഗ് കറണ്ട് കൂടുതലായിട്ട് വരും. സോ ദ മെറ്റൽ ട്രാൻസ്ഫർ മോഡ്, ഏത് മെറ്റൽ ട്രാൻസ്ഫർ മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സോ അതിനെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വെൽഡിംഗ് കറണ്ട് അവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. സോ കറണ്ട് സെലക്ടഡ് ഷുഡ് ബി ഹൈ ഇനഫ് ടു സെക്യൂർ ഡിസൈർഡ് പെനട്രേഷൻ ആൻഡ് ലോ ഇനഫ് ടു അവോയ്ഡ് അണ്ടർ കട്ടിംഗ് ഓർ ബേൺ ത്രൂ. ഇത്തരത്തിൽ എന്താണ് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള കറണ്ട് നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള പെനിട്രേഷന് വേണ്ടിയിട്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കൂ. ദാറ്റ് ഈസ് ദ ഡ്രോബാക്ക് ഓഫ് CO2, ഡ്രോബാക്ക് ഓഫ് CO2 ഷീൽഡിംഗ് ഇൻ GMAW. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെച്ച് നമ്മൾ GMAW ഷീൽഡിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡ്രോബാക്ക്, ഒരു പോരായ്മ എന്താണ്? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് മോർ സ്പാറ്റേഴ്സ്, ഓപ്ഷൻ ബി ലോ സ്പാറ്റേഴ്സ്, ഓപ്ഷൻ സി ലോ ഹീറ്റ്, ഓപ്ഷൻ ഡി none of this. Yes. അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഷീൽഡിംഗ് ഗ്യാസ്
നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവിടെ കൂടുതൽ സ്പാറ്റേഴ്സ് ഫോം ചെയ്യും. സ്പാറ്റേഴ്സ് എന്ന് പറയുന്ന ഡിഫക്റ്റ് നമുക്കറിയാം. സോ സ്പാറ്റേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാവുക കാർബൺ ഡൈ ഓക്സൈഡ് ഷീൽഡിംഗ് ഗ്യാസ് യൂസ് ചെയ്യുമ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. യെസ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കണ്ടക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലോ കണ്ടക്ടിവിറ്റി ആണ് ആർഗൺ എന്ന് പറയുന്നത്. സോ ലോ കണ്ടക്ടിവിറ്റിക്കാട്ടിൽ കുറച്ചുകൂടി ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉള്ളതാണ് ബേസിക്കലി കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഹീലിയത്തിൽ അത്രയില്ല, ഇതിൽ തന്നെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ആ ഒരു വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. വളരെ ചീപ്പറാണ്, നേരത്തെ പറഞ്ഞില്ലേ, വളരെ ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആണ് CO2 ഗ്യാസ് എന്ന് പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ്. സോ ദിസ് ഗ്യാസ് റിക്വയർസ് ഹയർ വോൾട്ടേജ് ദാൻ ആർഗൺ. അത്തരത്തിൽ ആർഗണെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ വോൾട്ടേജ് വേണം, വോൾട്ടേജ് കൂടുതലായിട്ട് വേണം. ഓക്കെ, വോൾട്ടേജ് കൂടുതലായിട്ട് വേണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് ഹെവി ആയതുകൊണ്ട് തന്നെ ഇറ്റ് കവേഴ്സ് ദ വേൾഡ് വെൽ, ദെയർഫോർ ലെസ് ഗ്യാസ് ഈസ് റിക്വയർഡ്. ഇതിൽ അത് എന്താണ്, ഹെവി ഗ്യാസ് ആയതുകൊണ്ട് തന്നെ കമ്പയർഡ് ടു ഹീലിയം അല്ലെ, അത് ഹെവി ആണ്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കുറച്ച് ഗ്യാസ് മതി നമുക്ക് അവിടെ എന്താണ് കൃത്യമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. Bead made with the CO2 have a very good contour. The beads are wide and have deep penetration and no undercutting. എന്നിരുന്നാൽ തന്നെയും ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഹെവി സ്പാറ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് പ്രിഫറബിൾ അല്ല. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. കാർബൺ ഡൈ ഓക്സൈഡ് is extensively used for welding dash. Carbon dioxide is extensively used for welding dash. Stainless steel, copper alloys, mild steel, aluminum. കാർബൺ ഡൈ ഓക്സൈഡ് നേരത്തെ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട് അവിടെ സ്പാറ്റേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഫ്യൂംസ്, ഹെവി ഫ്യൂംസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോ ഇത്തരത്തിൽ CO2 എക്സ്റ്റെൻസീവ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയലിനോടൊപ്പമാണ് എന്നുള്ളതാണ് ചോദ്യം. റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ വെൽഡിംഗ് മൈൽഡ് സ്റ്റീൽ. സോ മൈൽഡ് സ്റ്റീൽ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി വിൽ ബി റൈറ്റ് ആൻസർ. സോ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞു വോൾട്ടേജ് കറണ്ട് വാല്യൂ കൂടുതലായിരിക്കണം. സോ 25% ഹയർ കറണ്ട് ഈസ് യൂസ്ഡ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ദാൻ വിത്ത് ആർഗൺ ഓർ ഹീലിയം. ആർഗൺ അല്ലെങ്കിൽ ഹീലിയനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കറണ്ട് വാല്യൂ വളരെയധികം കൂടുതലായിരിക്കും. ദിസ് കോസസ്, ഈ കറണ്ടിന്റെ ആ ഒരു കൂടുതൽ കാരണം എന്താ സംഭവിക്കുക, ഒരു അജിറ്റേഷൻ അവിടെ ഉണ്ടാവും. ആ ഒരു വെൽഡ് പടിലില് അല്ലെങ്കിൽ വെൽഡ് പൂളില് കൂടുതൽ അജിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അജിറ്റേഷൻസ് ഫലമായിട്ട് അവിടെ എൻട്രാപ്പ് ചെയ്തിരിക്കുന്ന ഗ്യാസസ് പുറത്തേക്ക് വരുന്നുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ലോ വെൽഡ് പോറസിറ്റി ആയിരിക്കും ഉണ്ടാവും. ലോ വെൽഡ് പോറസിറ്റി, ഉള്ളിലുള്ള ഗ്യാസസ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പൊ ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് സംബന്ധിച്ചോളം പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഉണ്ട്. അപ്പൊ നെഗറ്റീവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്പാറ്റർ ഫോർമേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നീട് കറണ്ട് വാല്യൂ വളരെയധികം കൂടുതൽ യൂസ് ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ പോറോസിറ്റി ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ MS ഒക്കെ നമുക്ക് കൃത്യമായിട്ട് വെൽഡ് ചെയ്യാൻ സാധിക്കും. എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ വെൽഡിംഗ് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കാർബൺ സ്റ്റീൽ വെൽഡ് ചെയ്യുന്നുണ്ടാകും. ആ സമയത്തൊക്കെ നമ്മൾ എന്താണ് വളരെ ഡെപ്തിലും അല്ലെങ്കിൽ വളരെ ഡെപ്തിലും അതുപോലെ തന്നെ വളരെ ചീപ്പായിട്ട് നമുക്ക് എക്കണോമിക് ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കഴിയാറുണ്ട്. അപ്പൊ ഒക്കെ മനസ്സിലാക്കി വെക്കുക കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകത മാഗ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യം, which is used to reduce the cylinder pressure and made to working pressure. Which is used to reduce the cylinder pressure and made to working pressure. സിലിണ്ടറിന്റെ പ്രഷർ, സിലിണ്ടറിനുള്ളിൽ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസസ് നിറച്ചിട്ടുണ്ടാകും, ഹയർ പ്രഷറിലായിരിക്കും. നമുക്ക് വർക്കിംഗ് പ്രഷറിലേക്ക് മാറ്റാൻ സഹായിക്കുന്നതാണ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഗ്യാസ് ഹീറ്റർ, ഓപ്ഷൻ ബി ഗ്യാസ് പ്രഷർ റെഗുലേറ്റർ, ഓപ്ഷൻ സി ഫ്ലോ മീറ്റർ, ഓപ്ഷൻ ഡി വെൽഡിംഗ് ഗ്യാസ്. സംശയമൊന്നും വേണ്ട, നമുക്കറിയാം പ്രഷർ റെഗുലേറ്റർ ആണ്. ഗ്യാസ് പ്രഷർ റെഗുലേറ്റർ അല്ലെ. പ്രഷർ റെഗുലേറ്റർ എന്ത് ചെയ്യുന്നുണ്ടാകും, പ്രഷർ കുറച്ച് നമുക്ക് വേണ്ടുന്ന രീതിയിൽ റെഗുലേറ്റ് കൺട്രോൾ ചെയ്ത് തരുന്നുണ്ടാകും. യെസ്, അപ്പോൾ അത് വർക്കിംഗ് പ്രഷറിലേക്ക് കിട്ടുന്നുണ്ടാകും. സോ ഗ്യാസ് പ്രഷർ റെഗുലേറ്റർ ആണ് ചിത്രത്തിൽ കാണുന്നത്, ഗ്യാസ് പ്രഷർ റെഗുലേറ്റർ ആണ്. അപ്പൊ ഇവിടെ അതിന്റെ പ്രത്യേകത ഈ പറയുന്ന ഹൈ പ്രഷർ സിലിണ്ടറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന
ആ ഒരു ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അത്രയും പ്രഷർ വേണ്ടി വരില്ല. അതിനെ നമുക്ക് കുറച്ച് വർക്കിംഗ് പ്രഷറിലേക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അതിനെ നമ്മൾ സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ബേസിക്കലി ആ ഒരു പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്നുണ്ടാവും. മറ്റു ചോദ്യത്തിലേക്ക് വരാം. The suitable gas or gas mixture for GMAW for അലൂമിനിയം. അലൂമിനിയം വെൽഡ് ചെയ്യാനായിട്ട് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ് മിക്സ്ചർ ഏതാണ്? ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, പൂർണ്ണമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ ബി 100% ആർഗൺ. ഓപ്ഷൻ സി ആർഗൺ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സർ. ഓപ്ഷൻ ഡി ആർഗൺ പ്ലസ് ഓക്സിജൻ മിക്സ്ചർ. യെസ്, GMAW ഫോർ അലൂമിനിയം. അലൂമിനിയം വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർഗൺ യൂസ് ചെയ്യാറുണ്ട്. ഹീലിയം ആണെന്നുണ്ടെങ്കിൽ ആർഗൺ പ്ലസ് ഹീലിയം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് 100% ആർഗൺ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. 100% ആർഗൺ are used for welding aluminum with the help of GMAW. GMAW ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആർഗൺ ഗ്യാസ് ഷീൽഡിംഗ് ഇഫക്റ്റ് കൊടുത്തുകൊണ്ട് വേണം അലൂമിനിയം വെൽഡ് ചെയ്യാൻ. യെസ്, ഇവിടെ അലൂമിനിയം എന്ന് പറയുന്ന മെറ്റല് നമ്മൾ GMAW വെച്ച് വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആർഗൺ യൂസ് ചെയ്യാറുണ്ട്, പൂർണ്ണമായിട്ടും ആർഗൺ യൂസ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹീലിയം പ്ലസ് ആർഗൺ. മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഹീലിയം 75% ഹീലിയവും 25% ആർഗൺ. ഓക്കെ, അപ്പൊ അലൂമിനിയം നമുക്ക് ഇത്തരത്തിൽ ഒന്നെങ്കിൽ ആർഗൺ വെച്ചോ അല്ലെങ്കിൽ ഹീലിയം ആർഗൺ മിക്സ്ചർ വെച്ചോ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നീട് കോപ്പർ, നിക്കൽ, അതുപോലെ അലോയ്, അതായത് നോൺ ഫെറസ് ആയിട്ടുള്ള മറ്റൊരു കോപ്പർ നിക്കൽ അലോയ് അല്ലെ. കോപ്പർ അലോയ്സ്, നിക്കൽ അലോയ്സ് ആർഗൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മഗ്നീഷ്യം ആർഗൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. മറ്റു ചോദ്യം, ഫോർ GMAW the burn off rate of the wire is directly related to. Option A stick out length, option B wire feed speed, option C arc voltage, option D travel speed. GMAW burn off rate എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡയറക്ട്ലി റിലേറ്റഡ് ടു. ബേൺ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പറയുന്ന ഇലക്ട്രോഡ് എന്താണ് കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. കൺസ്യൂം ചെയ്യുക എന്ന് വെച്ചാൽ ബേൺ ഓഫ് ചെയ്യാണോ അല്ലെ. അതിൽ എന്താണ് ആ ഒരു രീതിയിൽ ഉരുകി അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറി നമ്മുടെ അവിടെ ഫില്ലർ മെറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാകും. അത്തരത്തിൽ ആ ഒരു ബേൺ ഓഫ് ചെയ്യുന്നതിന്റെ റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അല്ലെങ്കിൽ എത്രത്തോളം റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം സ്പീഡിൽ അല്ലെ അതെന്ത് ചെയ്യുന്നുണ്ടാകും, ഉരുകി വീഴുന്നു എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കറണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഹൈ കറണ്ട് കൊടുക്കുമ്പോഴായിരിക്കും ബേൺ ഓഫ് റേറ്റ് കൂടുന്നുണ്ടാവുക. കറണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ബേൺ ഓഫ് റേറ്റ് കുറവായിരിക്കും. അപ്പൊ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കറണ്ട് കൂടുന്ന സമയത്ത് നമുക്കറിയാം, നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, കറണ്ട് കൂടുന്ന സമയത്ത് എന്ത് കൂടും? അവിടുത്തെ ഫീഡ് സ്പീഡ് കൂടും അല്ലെ, വയർ ഫീഡ് സ്പീഡ് കൂടും. അപ്പോ കറണ്ടിന്റെ ആ ഒരു പ്രപ്പോർഷണൽ ആണെന്നുള്ളത് നമുക്കറിയാം. സോ ബേൺ ഓഫ് റേറ്റ് ഓഫ് വയർ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു വയർ ഫീഡ് സ്പീഡ് അല്ലെ. ഇവിടെ ഉത്തരം എന്താ വരിക? വയർ ഫീഡ് സ്പീഡ് ആയിരിക്കും ഉത്തരമായിട്ട് വരിക. യെസ്, അപ്പൊ അവിടെ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ, വയർ ഫീഡ് സ്പീഡ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? യെസ്, ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. അപ്പൊ വയർ ഫീഡ് സ്പീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. കറണ്ട് ആണ് അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. സോ കറണ്ട് ഈ പറയുന്ന ബേൺ ഓഫ് റേറ്റിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ അപ്പം നമുക്ക് പറയാം ബേൺ ഓഫ് റേറ്റും ഡയറക്ട്ലി റിലേറ്റഡ് ടു വയർ ഫീഡ് സ്പീഡ്. ഓക്കെ ആണോ? യെസ്, അപ്പൊ അതിനാണ് ഇവിടെ പറയുന്നത്, ദാറ്റ് ഈസ് ഇൻ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് the burn off rate of electrode wire means how fast the wire melt during welding. എത്രത്തോളം വേഗത്തിലാണ് അവിടെ ആ ഒരു വയർ മെൽറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്യുന്നുണ്ടാവുക.
സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് അവിടുത്തെ കറണ്ട് ആണെന്നുള്ളത് നമുക്കറിയാം. സോ കറണ്ട് കൂടുമ്പോഴായിരിക്കും അവിടുത്തെ ഹീറ്റ് ജനറേഷൻ കൂടുന്നുണ്ടാവുക. സോ ആ ഒരു രീതിയിൽ വയർ ഫീഡ് സ്പീഡ് അവിടെ ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണെന്നുള്ളത് നമുക്കറിയാം. So to maintain a stable arc, wire must melt, burn off at the same rate it is fed. അല്ലെ, നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് തന്നെ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന അനുസരിച്ച് തന്നെ ആ ഒരു ബേൺ ഓഫ് അല്ലെങ്കിൽ മെൽറ്റ് ആയി പോകുന്ന രീതിയിലേക്ക് വേണം നമ്മൾ എന്നാൽ മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആർക്ക് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, ഫോർ മെയിൻറ്റെയിൻസ് എ സ്റ്റേബിൾ ആർക്ക്, അല്ലെ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ആ വയർ ആ ഒരു രീതിയിൽ ബേൺ ഓഫ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഫീഡ് റേറ്റിന് തുല്യമായിട്ടായിരിക്കണം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് എ ഹൈ ലെവൽ ഡ്യൂറിംഗ് മിഗ് വെൽഡിംഗ്? നമ്മൾ മിഗ് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത്, ഇറ്റ് ഈസ് മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന റേഡിയേഷൻ ഏത് ടൈപ്പ് റേഡിയേഷൻ ആണ് വളരെ കൂടുതലായി ഉണ്ടാവാറ്? സോ വിച്ച് type of radiation is produced at a high level during MIG welding? High level. Yes, Judith. ഓപ്ഷൻ കൊടുത്തിരുന്ന ഇൻഫ്രാറെഡ് IR ഉണ്ട്, ഓപ്ഷൻ ബി അൾട്രാ വയലറ്റ് UV ഉണ്ട്, ഓപ്ഷൻ സി ഗാമ റേഡിയേഷൻ, ഓപ്ഷൻ ഡി മൈക്രോവേവ് റേഡിയേഷൻ. യെസ്, സംശയമൊന്നും വേണ്ട. നമ്മൾ മിഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റേഡിയേഷൻ കൂടുതലായിട്ടും വരുന്നത് അൾട്രാ വയലറ്റ് ആണ്, UV. അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ് അവിടെ ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ എന്ന് പറയുന്നത്. ഫൈൻ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ലെൻസ് ഷെയ്ഡ് ഫോർ നോൺ ഫെറസ് GMAW? വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ലെൻസ് ഷെയ്ഡ് ഫോർ നോൺ ഫെറസ് GMAW? ഓക്കെ, അപ്പൊ നമുക്ക് ഫെറസ് നോൺ ഫെറസ് ഉണ്ട്. സോ ഫെറസ് നോൺ ഫെറസ് ഉണ്ട്. യെസ്, ഇപ്പൊ ഫെറസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം A#12 യൂസ് ചെയ്യാറുണ്ട്, ഫെറസ് ആണെന്നുണ്ടെങ്കിൽ. നോൺ ഫെറസ് ആണെന്നുണ്ടെങ്കിൽ A#11 യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദ റെക്കമെൻഡഡ് ലെൻസ് ഷെയ്ഡ് ഫോർ നോൺ ഫെറസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ, നോൺ ഫെറസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, A#11. ഓക്കെ, A#11 ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇവിടെ UV റേഡിയേഷൻസ് ഉണ്ടാവാറുണ്ട്, ഹീറ്റ് ഫ്യൂംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് വെൽഡ് ചെയ്യുന്ന സമയത്ത്. നമ്മളവിടെ ഗോഗിൾസിൽ, ഫ്ലാഷ് ഗോഗിൾസ് A#12 നമ്മൾ സാധാരണ ഹെൽമെറ്റിന്റെ സഹായത്തോടെ യൂസ് ചെയ്യാറുണ്ട് ഫോർ ലോങ് വെൽഡിംഗ് പീരീഡ്. അതിൽ തന്നെ നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ A#11 യൂസ് ചെയ്യുന്നു, ഫെറസ് മെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ A#12 യൂസ് ചെയ്യുന്നു. നോൺ ഫെറസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ അലുമിനിയം, അല്ലെ, ഫെറസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റീല്. പിന്നെ പത്രത്തിൽ 11-12 ഷെയ്ഡുകളാണ് യൂസ് ചെയ്യുന്നുണ്ടാവുന്നത്. ഓക്കെ, ആർക്ക് വെൽഡിംഗിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഷെയ്ഡുകളൊക്കെ കണ്ടിരുന്നു അല്ലെ, 8, 9, അതുപോലെ തന്നെ 10, 11, 12 മുതൽ 14 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷെയ്ഡുകൾ കണ്ടിരുന്നത്. ഓക്കെ, സോ അത് അവിടെയുള്ള കറണ്ടിന്റെ വാല്യൂ അനുസരിച്ചാണ് 100 മുതൽ 300, 300 മുകളിലേക്ക്, അല്ലെ, സംശയമൊന്നുമില്ലല്ലോ അത്. സോ ഇവിടെ അങ്ങനെ ആ ഒരു രീതിയിലാണ്. അപ്പൊ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഇത്തരത്തിലുള്ള കറണ്ടിന്റെ ആ ഒരു വാല്യൂ കൂടുതലാണ്, അല്ലെ. ഇവിടെ നോക്കിയ 11-12 റേഞ്ച് ആണ് വരുന്നുണ്ടാവുക. സോ ഇപ്പൊ 11 എന്ന് പറയുന്നത് നോൺ ഫെറസ് ആണ്, 12 എന്ന് പറയുന്നത് ഫെറസ് ആണ്. നമുക്ക് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: when using CO2 as a shielding gas, in GMAW, which harmful gas can be generated? Yes, CO2, അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് ഷീൽഡിംഗ് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മാഗ് വെൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസ് ഏതാണ്? നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, അവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ കാർബൺ മോണോക്സൈഡ് ആണ് അവിടെ ഉണ്ടാകുന്ന. കാർബൺ ഡൈ ഓക്സൈഡ് ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് കൊടുക്കുക. ശ്രദ്ധിക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ഓസോണും അവിടെ ഉണ്ടാകുന്ന മറ്റൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്യൂം തന്നെയാണ്. സോ ഓസോണും GMAW, കോമൺ ആയിട്ട് GMAW പറയുകയാണെന്നുണ്ടെങ്കിൽ ഓസോണും അവിടെ എന്ത് തന്നെയാണ്? ഒരു ഹാർംഫുൾ ആയിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് തന്നെയാണ് ഓസോൺ എന്ന് പറയുന്നത്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന
ഫ്യൂംസ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം കാർബൺ മോണോക്സൈഡ്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, വെൽഡിംഗ് ഓൺ മെറ്റൽസ് കവേർഡ് വിത്ത് ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺ സോൾവെന്റ്സ് പ്രൊഡ്യൂസ് ഡാഷ്. GMAW ചെയ്യുന്ന സമയത്ത് ആ ഒരു മെറ്റൽസ് ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺ സോൾവെന്റ് കൊണ്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു ഗ്യാസ് ഏതാണ്? യെസ്, ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി ഫോസ്ജീൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി ഹീലിയം. യെസ്, മറ്റൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ഫോസ്ജീൻ ഗ്യാസ് എന്ന് പറയുന്നത്. ഫോസ്ജീൻ ഗ്യാസ്. അപ്പൊ ഫോസ്ജീൻ ഗ്യാസ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മളവിടെ ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺ സോൾവെന്റ്സുകൾ ഉണ്ടാകും അല്ലെ, കവേർഡ് വിത്ത് ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺ സോൾവെന്റ്സ്. അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫോസ്ജീൻ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ ആണല്ലോ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് പവർ സോഴ്സ് ഈസ് സ്യൂട്ടബിൾ ഫോർ GMAW? തന്നിരിക്കുന്നതിനകത്ത് ഏത് പവർ സോഴ്സ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? യെസ്, കോൺസ്റ്റന്റ് കറന്റ് ടൈപ്പ്, കോൺസ്റ്റന്റ് വോൾട്ടേജ്, DC ലോ വോൾട്ടേജ്, നൺ ഓഫ് ദി അബോവ്. യെസ്, സംശയമൊന്നും വേണ്ട. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, അതുപോലെ തന്നെ ഫ്ലക്സ് കോഡ് ആർക്ക് വെൽഡിംഗ് അല്ലെ, FCAW, അതുപോലെ തന്നെ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. സോ ഇതൊക്കെ ബേസിക്കലി എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്, CVR, കോൺസ്റ്റന്റ് വോൾട്ടേജ് ടൈപ്പ് ആണ്. യെസ്, അപ്പൊ അതുകൊണ്ട് തന്നെ GMAW എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോൾട്ടേജ്, ഡയറക്റ്റ് കറണ്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് പവർ സപ്ലൈ ആണ്, പവർ സോഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഒന്ന് ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടും മറ്റൊന്ന് ഫ്ലാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പൊതുവെ നമ്മൾ കാണുന്നുണ്ടാവുക, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ള ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് അല്ലെ, അതുപോലെ തന്നെ GTAW, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, TIG വെൽഡിംഗ്, അതൊക്കെ നമുക്ക് ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് അവിടെ എന്താണ്? കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ കോൺസ്റ്റന്റ് കറണ്ട് പവർ സോഴ്സ് ആണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ GMAW അതുപോലെ തന്നെ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ FCAW ഒക്കെ പൊതുവെ എന്താണ് നമുക്കറിയാം, കോൺസ്റ്റന്റ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അവിടെ ഏകദേശം 25% എന്താണ് വോൾട്ടേജിന് ചേഞ്ച് വന്നാലും, വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് ചേഞ്ച് വരുമ്പോൾ അവിടെ കറണ്ടിന് ഉണ്ടാകുന്ന ചേഞ്ച് ഏകദേശം 13.3% ആണ്. 13% ചേഞ്ച് വന്നാൽ മാത്രമാണ് 25% വേരിയേഷൻ വരുന്നത്. എന്നാൽ നേരെ തിരിച്ച് ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് കറണ്ട് ആണ്. സോ അവിടെ വോൾട്ടേജ് 25% വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കറണ്ടിന് ഏകദേശം 6.7% മാത്രമേ വ്യത്യാസം വരുള്ളൂ. സോ കോൺസ്റ്റന്റ് സംവാട്ട് അതൊരു കോൺസ്റ്റന്റ് കറണ്ട് ആണ്, വളരെ ചെറിയ ചേഞ്ച് ഉണ്ടാവും. ആ രീതിയിലാണ് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഫ്ലാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പവർ സോഴ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The lifespan of typical MIG torch liner is approximately. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു MIG ടോർച്ചിന്റെ ലൈനർ ഉണ്ടല്ലോ, ടോർച്ചിൽ യൂസ് ചെയ്യുന്ന ലൈനർ, ആ ലൈനറിന്റെ ഒരു എന്താണ് ലൈഫ് എത്രയാണ്, ലൈഫ് സ്പാൻ എത്രയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കിയാൽ മതിയാകും. So lifespan of typical MIG torch liner is approximately 1 to 4 rolls of MIG wire. 1 to 4 rolls of MIG wire. Okay, അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. 1 to 4 rolls of MIG wire. Yes. മറ്റൊരു ചോദ്യം, which part of MIG torch is known to cause the most problem? ഒരു മിഗിന്റെ ടോർച്ചുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു പാർട്ട് ഏതാണ്? വിച്ച് പാർട്ട് ഓഫ് ദ മിഗ് ടോർച്ച് ഈസ് നോൺ ടു കോസ് ദ മോസ്റ്റ് പ്രോബ്ലം? കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ കൂടുതൽ ഇഷ്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർട്ട് ഏതാണ് ടോർച്ചിൽ? ഓപ്ഷൻ എ നോസിൽ, ഓപ്ഷൻ ബി ഡിഫ്യൂസർ, ഓപ്ഷൻ സി ലൈനർ, ഓപ്ഷൻ ഡി ഇതെല്ലാം കൺസ്യൂമേഴ്സ് തന്നെയാണ്. നോസിൽ ആയിക്കോട്ടെ, ഡിഫ്യൂസർ ആയിക്കോട്ടെ, ലൈനർ ആയിക്കോട്ടെ, കോണ്ടാക്ട്. ഓക്കെ ഫൈൻ.
സോ ഇവിടെ ഈ പറയുന്ന 4 എണ്ണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ളത് ലൈനേഴ്സ് ആണ്. ലൈനേഴ്സ് ആണ് പ്രധാനമായിട്ടും കൂടുതൽ ടോർച്ചിൽ എന്താണ് ഇഷ്യൂസ് ഉണ്ടാക്കാറ് അല്ലെ. ഓപ്ഷൻ സി ലൈനർ ആണ്. മറ്റു ചോദ്യം, ദ ടേം സിനർജിക് ഇൻ GMAW refers to. GMAW സിനർജിക് എന്ന് പറഞ്ഞ ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? The term synergic in GMAW refers to. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഗ്യാസ് പ്രഷർ ആൻഡ് ഫ്ലോ ആർ ലിങ്ക്ഡ്. ഓപ്ഷൻ ബി കൂളിംഗ് ആൻഡ് ഹീറ്റിംഗ് ബാലൻസ്. ഓപ്ഷൻ സി മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ബീങ് ഇലക്ട്രോണിക്കലി ലിങ്ക്ഡ്. ഓപ്ഷൻ ഡി ടോർച്ച് ആൻഡ് ഫീഡർ മൂവിംഗ് സിങ്കർണസ്ലി. യെസ്, ബേസിക്കലി സിനർജിക് എന്ന് പറയുന്നത് ഒരു സിംഗിൾ നോബാണ്. സോ ആ നോബ് വെച്ച് നമുക്ക് എന്താണ് ഇത്തരത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അല്ലെ. മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ്, നമുക്കവിടെ സ്പീഡ്, അതുപോലെ തന്നെ വോൾട്ടേജ്, കറണ്ട്, അങ്ങനെയുള്ള പാരാമീറ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു സിംഗിൾ നോബ് സ്വിച്ച് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ അതിനാണ് നമ്മൾ സിനർജിക് സ്വിച്ചസ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ബീങ് ഇലക്ട്രോണിക്കലി ലിങ്ക്ഡ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. മറ്റു ചോദ്യം, സിനർജിക് കൺട്രോൾ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ദ ബിൽഡിംഗ് ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ. Synergic control automatically adjust the building output based on multiple manual input, a single input signal, gas pressure only, torch angle. Yes, സംശയമൊന്നും വേണ്ട, സിംഗിൾ ഇൻപുട്ട് ആണ് അല്ലെ. ഒരു സിംഗിൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകുക, ഇത്തരത്തിൽ സിനർജി കൺട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ള പാരാമീറ്റേഴ്സുകളെല്ലാം തന്നെ കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു സിംഗിൾ നോബ് സ്വിച്ച് ആണെന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അത് ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാകും. യെസ്, ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി